അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. അവരുടെ തീരുമാനങ്ങളിൽ അല്ലാഹുവിൻ്റെ തീരുമാനത്തിനൊത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമാണ്. ഹബീബിനെ അനുസരിക്കൽ അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ സ്നേഹം കുറയും. തെറ്റ് കുറയുന്നുണ്ടോ ആ സ്നേഹം കൂടും. തെറ്റ് ചെയ്യുന്നവർക്ക് തീരെ അള്ളാഹിനോട് സ്നേഹമല്ല എന്നും പറയാൻ പറ്റൂല. സ്വഹീഹ് മുസ്ലിമിൽ വന്ന വളരെ പ്രബലമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് തമാശ പറഞ്ഞിരുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് അബ്ദുല്ലാഹിൽ ഹമ്മാർ. കഴുതയെ വാഹനം ഓടിക്കുന്ന ആൾ എന്ന് അതിനർത്ഥം. ഹമ്മാർ, ഹെമാർ അല്ലേ? ഹെമാർ എന്ന് പറഞ്ഞാൽ കഴുതയാണ്, അക്രമക്കുമുള്ള. പക്ഷെ ഹമ്മാർ എന്ന് പറഞ്ഞാൽ കഴുതന്റെ ഡ്രൈവർ എന്നതിനർത്ഥം. ഇദ്ദേഹം അങ്ങനെ ഒരു അന്നത്തെ ടാക്സി വണ്ടി അതാണ്. അപ്പൊ അത് ഓടിക്കുന്ന ഒരു അബ്ദുള്ളയുണ്ട് റളിയല്ലാഹു അൻഹു. ഭയങ്കര തമാശ, നബി തങ്ങളോട് ഇടക്കൊക്കെ തമാശ പറഞ്ഞ് തങ്ങളെ ചിരിപ്പിക്കല പരിപാടി. ചേട്ടക്കൊന്ന് പോയി വീശും. ഇസ്ലാമക്ക് വന്നിട്ടേ ഉള്ളൂ, ആ പഴയ പരിപാടി നിർത്തിയിട്ടില്ല. അങ്ങനെ നബി തങ്ങൾ പിടിക്കും, മദ്യപിച്ചതിന് അടി കൊടുക്കും, ശിക്ഷ കൊടുക്കും. 40 അടി വാങ്ങിച്ചിട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് വീശും, അപ്പോഴും പിടിക്കും, കൊണ്ടുവരും, അടിക്കും. ഇങ്ങനെ 2-3-4 തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഇയാൾ അടി വാങ്ങിച്ചു പോകണം. ഇവർ നിർത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാൻ മുപ്പരെ കൊണ്ട് പറ്റണില്ല. അങ്ങനെ വന്നപ്പോൾ 4ാമത്തെ തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് അടി വാങ്ങിച്ചു പോകുമ്പോ സ്വഹാബികളിൽ ഒരു സ്വഹാബി പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു, പടച്ചവനെ ഈ മനുഷ്യനെ നീ ഒന്ന് ശപിക്കണമേ. വേറെ ആള് പറഞ്ഞു, അല്ലാഹു നിന്നോട് ദേഷ്യപ്പെടട്ടെ. എത്ര തവണയാണ് നീ ഇങ്ങനെ വരുന്നത്? എത്ര തവണയാണ് നിന്നെ ശിക്ഷിക്കുന്നത്? 1 വട്ടമോ 2 വട്ടമോ അല്ലല്ലോ, 3 കഴിഞ്ഞില്ലേ, 4 ആയില്ലേ, നിനക്ക് നിർത്താനായില്ലേ? അല്ലാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ശാപവാക്കുകൾ കേൾക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫഖാലൻ നബി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, ആ മനുഷ്യനെ നിങ്ങളൊന്നും ശപിക്കല്ലേ. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ആ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നത്, ആര് പറയാ? നബി തങ്ങൾ പറയാ. ഇയാളെക്കുറിച്ച്, ഇയാൾ മദ്യപിക്കുന്ന ആളാണ്, എന്നാലും അയാളെക്കുറിച്ച് ഞാൻ അറിയുന്നത് യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഈ മനുഷ്യൻ. ഖൽബിന്റെ ഉള്ളിൽ സ്നേഹം അപ്പോഴും ബാക്കിയുണ്ട്, പക്ഷെ ആ ഒരു ദുശ്ശീലം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അയാളെ പിശാചിന് എറിഞ്ഞു കൊടുക്കുകയാണോ? അദ്ദേഹം അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളാണ്, ഹബീബിനെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദുഷിച്ച ഏതെങ്കിലും സ്വഭാവങ്ങളുള്ള ആളുകളെ മുഴുവനായും അങ്ങ് അകറ്റുകയോ, ആർക്കും വേണ്ടാത്ത ആളാണെന്ന് പറയുകയോ, നാട്ടുകാർ അയാളെ പിടിച്ച് കള്ളുകുടിയനായി സ്റ്റാമ്പടിച്ചു വിടുകയോ ചെയ്യരുതേ. നന്നാവാനും തൗബ ചെയ്യാനും അവസരം കൊടുക്കണമെന്ന് മാത്രമല്ല, ആ മനുഷ്യനിലെ ഏതെങ്കിലും ഒരു നന്മയെ നിങ്ങൾ എടുത്തു പറയണം. ഒരാൾക്ക് എത്രയോ തെറ്റുകളുണ്ടാകാം, അത്രമേൽ അയാളിൽ നന്മയുണ്ടാകാലോ. ഒരു മനുഷ്യന്റെ നന്മ നിങ്ങൾ കാണാതെ പോകരുത്. ആ മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ നന്മയെ നിങ്ങൾ മറക്കരുതേ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ഹദീസ്. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കനം കുറയും, അതിൻ്റെ ഭാരം കുറയും, അതിൻ്റെ ആഴം കുറയും. എന്നാൽ അള്ളാഹുവിനോട് അനുസരണ കൂടുകയാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുകയാണെങ്കിൽ, ആ കൂടുന്നത് മഹബ്ബത്താണ്. അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൂടുകയാണെങ്കിൽ മഹബ്ബത്ത് കൂടുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ആളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെയും വൈകുന്നേരവും നമ്മൾ അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. ഒരാളെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ഫുട്ബോളിനെ കുറിച്ചായിരിക്കും പറയാ. പൈസ ഇഷ്ടമുള്ളവർ വെറും ബിസിനസിനെ കുറിച്ചായിരിക്കും പറയാ. വേറെ വല്ലതും ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാ. എന്താണോ ഇഷ്ടം അതാണ് പറയാ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയണമേ. നാവ് ഇങ്ങനെ നനയണം ദിക്ർ കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹുകൾ നാവിലൂടെ വരണം. സുബ്ഹാനല്ലാഹ് വരണം, അൽഹംദുലില്ലാഹ് വരണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വരണം. സ്വലാത്ത് അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള ബന്ധമാണ്, ഹബീബിനോടുള്ള ബന്ധമാണ്. ഹബീബിൻ്റെ മെഹബൂബായ അല്ലാഹുവിനോടുള്ള ബന്ധം ബ്രിഡ്ജ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് നാവ് ദിക്ർ കൊണ്ട് നനയണം, ഖുർആൻ കൊണ്ട് നനയണം, ദുആ വേണം. അള്ളാഹുവിലേക്ക് ജനങ്ങളെ അറിയിച്ചു കൊടുക്കണം. പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മക്കളോട്, വീട്ടുകാരോട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ വേണം. പ്രേമിക്കുന്നവരും അനുരാഗമുള്ളവരും അവരുടെ മെഹബൂബിനെ കുറിച്ച് എത്രയാ പാടുന്നത്. അൻതറത്ത് ഇബ്നു ഷദ്ദാദ് എന്ന് പറഞ്ഞ കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂപ്പരുടെ സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം നിൽക്കുന്ന സൗദി അറേബ്യയിലെ ഹായിലിൻ്റെ അടുത്താണ്. ഹായിലിനടുത്ത് അൻതറത്ത് ഇബ്നു ഷദ്ദാദും അയാളുടെ അമ്മാവൻ്റെ മകൾ ഉബ്ല, ആ പെണ്ണിനെ പ്രേമിച്ച് തലകറങ്ങിപ്പോയ ആളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രേമകാവ്യങ്ങൾ പാടിയിരുന്ന 2 മനോഹരമായ പാറകളുണ്ട്. അതൊക്കെ ഇന്നോടെ ഗവൺമെന്റ് അടയാളപ്പെടുത്തി വലിയ ചരിത്ര സ്മാരകമാക്കി വെച്ചിട്ടുണ്ട്. അൻതറത്ത് ഇബ്നു ഷദ്ദാദ് വലിയ പ്രേമകാവ്യ. വലഖദ് ദകർതുക വരിമാഹുക അന്നഹാ അഷ്താനു ബിഇരിൻ ഫീ ലിബാനിൽ ലദ്ഹുമി. യുദ്ധം നടക്കുമ്പോൾ തലങ്ങും വിലങ്ങും അമ്പുകളും വില്ലുകളും കുന്തങ്ങളും ചീറിപ്പാഞ്ഞു വരുമ്പോ അൻതറത്ത് ഇബ്നു ഷദ്ദാദ് എന്ന് പറയുന്ന കവി പറയാണ്, ഉബ്ലാ, ആ യുദ്ധമുഖത്ത് ഞാൻ നിന്നെ ഓർക്കുകയായിരുന്നു. വലഖദ് ദകർതുകി വരിമാഹുക അന്നഹാ അഷ്താനു ബിഇരിൻ ഫീ ലിബാനിൽ ലദ്ഹുമി. ഉബ്ലയെ, നീ താമസിച്ച കിണറും അതിന്റെ ചുറ്റുവട്ടത്തുള്ള കറുത്ത കല്ലുകളുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എവിടെ? യുദ്ധം നടക്കുമ്പോ. അതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പടച്ചോനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. സൂറത്തുൽ അൻഫാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ. പറഞ്ഞ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത്? പിന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളോടാ പറയണത്. സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു. ഒരു സൈന്യത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കൊരവസരമുണ്ടായാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, അന്ന് അറബികളുടെ ഒരു രീതിയുണ്ട്. യുദ്ധമാസന്നമായി മരണം മുന്നിൽ കാണുമ്പോൾ അവർ അവരവരുടെ പ്രേമഭാജനങ്ങളെ ഓർക്കാറുണ്ട്, കവിതകൾ ചൊല്ലാറുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം, അള്ളാഹിനെ ഓർമ്മ വരണം, അള്ളാഹുവിനെ ഓർക്കണമേ. ജീവൻ പോകുമെന്ന് പേടിക്കുന്ന നേരാ അവിടെ ആരെയും ദിക്റെല്ലാം നിൽക്കുവോ, തസ്ബീഹ് ചൊല്ലാൻ നിൽക്കുവോ? അള്ളാഹിനെ സ്നേഹിക്കുന്നവരെ അത് ചെയ്യുള്ളൂ. അല്ലേ? ഐസിയുവിൽ കിടക്കാണ്, പിന്നെ കുട്ടികളെ കാട്ടിത്തരുമോ? അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തും കലിമയൊക്കെ ചൊല്ലിയിരിക്കുക. ഒരു പക്ഷേ നമ്മളെ വേണ്ടപ്പെട്ടവരെ വരെ ആ റൂമിലേക്ക് ഒരു കയറ്റി വിട്ടില്ല എന്ന് വരും. നമ്മൾ പറയുന്നുണ്ടാവും, എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞു പിടിക്കും, ഒരു കാര്യം പറയണട്ടോ. പക്ഷേ ഈ ഓക്സിജനൊക്കെ വെച്ചിട്ടേ നമ്മളോട് അത് അവർ തുറന്നു തരൂല, നമ്മളോട് മിണ്ടാനും സമ്മതിക്കൂല. നമ്മളങ്ങനെ മരിക്കേണ്ടി വരും ചിലപ്പോൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ വിധിയെങ്കിൽ ആ നേരത്ത് ഉള്ള നേരം അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. അള്ളാഹുവേ, ഞാൻ തെറ്റൊക്കെ ചെയ്തു പോയൊരു മനുഷ്യനാണ്, പടച്ചോനെ നീ കാരുണ്യവാനല്ലേ, എന്നോട് റഹ്മത്ത് കാണിക്കണേ. എന്നെ അവരെ കൊണ്ടുപോയി ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെക്കും, അവിടെ ഞാൻ ഒറ്റക്കായിരിക്കും. പടച്ചവനെ നീ എന്നോട് റഹ്മത്ത് ചെയ്യണട്ടോ, എനിക്ക് മാപ്പ് തരണം കേട്ടോ പടച്ചോനെ എന്ന് തൗബ ചൊല്ലി അവിടെ ഇരിക്കുക. വേറൊന്നും പേടിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഒച്ച വെച്ചിട്ടും കാര്യമില്ല. ആരെ വിളിച്ചാൽ അവിടുത്തെ നേഴ്സോ ഡോക്ടറോ ആരുടെ പറഞ്ഞയക്കൂല. അങ്ങനത്തെ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്മൾ കിടക്കണതെങ്കിൽ വേഗം ഡിപ്പാർച്ചറിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ എൻ്റെ കുട്ടികളെ കണ്ടിട്ടില്ലല്ലോ, പേരക്കുട്ടനെ കാണണം, മോനെ കാണണം, മോളെ കാണണം, എൻ്റെ ഭാര്യനെ കാണണം, ഇതൊന്നും അവിടെ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തിനാ നമ്മളതിന് നിൽക്കണം? ബോധമുണ്ടോ? കലിമ ചൊല്ലിക്കോളെ. കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറഞ്ഞ് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മരിക്കണതെങ്കിലും അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂലി കിട്ടും. അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ശേഷം വേറൊന്നും പറഞ്ഞിട്ടില്ല.
അങ്ങനെ വാപ്പ 6 മാസം കഴിഞ്ഞിട്ടാണ് മരിക്കണത്, എന്നാലും കുഴപ്പമില്ല, അവസാന കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാഗ്യം കിട്ടും, ഇല്ലേ? അതുകൊണ്ട് സങ്കീർണങ്ങളായ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കേണമേ. വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ റോഡിൽ കുഴിയുണ്ട് കേട്ടോ, ഇവിടെ റോഡ് പണി നടക്കുകയാണ്, ഹൈവേയിൽ പോയി ചാടരുത് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാന്നാ പറയാം, ശ്രദ്ധിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ വെറുതെ സുജായാൽ നമ്മൾ വെറുതെ ഇരിക്കുക. നമ്മൾ ഒരാളെ കൊണ്ടേ മറവ് ചെയ്യുമ്പോൾ ഇനി അടുത്തത് ഞാനാണെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പോവുകയാണ്. ഇവിടെ ആരും എന്തൊക്കെ എൻ്റെതാന്ന് പറഞ്ഞ് പട്ടയം ആധാരം കയ്യിൽ വെച്ച് കുത്തിരിക്കുക എന്നല്ലാണ്ട് ഇതൊന്നും അവർക്ക് കൊണ്ടുപോവില്ല. അത് എൻ്റെതാന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴൊരു സുഖം അത്ര തന്നെ. ജീവിതത്തിൽ ചിലപ്പോൾ അത് അനുഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആഖിറം നഷ്ടപ്പെടരുത്, പരലോകം നഷ്ടപ്പെടരുത്. ദുനിയാവ് ഒന്നും കിട്ടിയില്ല എന്ന് വരും, ആഖിറം നഷ്ടപ്പെടരുത്. ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. മരണത്തെ മുഖാമുഖം കാണുന്ന നേരം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരെങ്ങനെയാണ്? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവര് അല്ലാഹുവിൽ സമാധാനം കണ്ടെത്തുന്നവരാണ്. അടയാളം അതാണ്, അൽ ഉൻസു ബില്ലാഹ്. നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം എന്ന മനസ്സുകൊണ്ട് ആഗ്രഹം വരണം. നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയട്ടെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം നിങ്ങൾക്ക് വേണം. ഉമ്മ വാപ്പാക്ക് വേണ്ടിയല്ല, അവരാരും നിങ്ങളെ കണ്ടില്ല എന്ന് വന്നേ. ടീച്ചേഴ്സോ അവിടുത്തെ അധ്യാപകരോ നിങ്ങളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്ന് വരും. നിസ്കരിക്കാൻ നേരമായാൽ ലഭ്യമായ സൗകര്യങ്ങളിൽ എവിടെയെങ്കിലും വുളു എടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് 4 റക്അത്ത് ളുഹർ അല്ലെങ്കിൽ 4 റക്അത്ത് അസ്ർ നിസ്കരിക്കാൻ മറന്നു പോവല്ലേ. അൽ ഉൻസു ബില്ലാഹ്. നമ്മുടെ എക്സാമിനേക്കാളും നമ്മുടെ പഠനത്തെക്കാളും നമുക്ക് നേടാനുള്ള ജോലിയേക്കാളും നമ്മുടെ ഭാവി പ്ലാനുകളെക്കാളും ഏറ്റവും വലുതാണ് അള്ളാഹുവിൻ്റെ വിഷയം. അതാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവേ, നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം വേണം. എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. കുട്ടികളെ സ്നാക്ക് കഴിക്കൂലേ, ഉച്ചഭക്ഷണം കഴിക്കൂലേ, ലഞ്ച് കഴിക്കൂലേ? എനിക്ക് ഭക്ഷണം കഴിക്കണം, ഇല്ലേ അടുത്ത വിരൽ ഉറക്കം തൂങ്ങും, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും എന്ന് ചിന്തിക്കുന്ന പോലെ ഐ നീഡ് ടു പ്രേ, അങ്ങനെ ഒരു തോന്നല്. ഐ വാണ്ട് ടു പ്രേ പോരാ, ഐ നീഡ് ടു പ്രേ. എനിക്ക് നിസ്കരിക്കണം, ഈ തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. എന്നാൽ പിന്നെ ഒരു മയക്കുമരുന്ന് ലഹരിക്ക് അവർ പോവില്ല. അൽ ഉൻസു ബില്ലാഹ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. പാതിരാവുകളിൽ എല്ലാവരും ഗാഢമായ നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വുളു എടുത്ത് വീട്ടുകാരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസ്വല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒച്ച വെച്ചോതാതെ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒറ്റക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഒരു മാധുര്യമുണ്ട്. ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല. ആ മധുരമറിഞ്ഞവരാർക്കും അതൊഴിവാക്കാൻ കഴിയൂല. ആ മധുരം അല്ലാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. അൽ ഉൻസു ബില്ലാഹ്. മധുരങ്ങളിൽ, ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ, അത് മദ്യപാനത്തിലുണ്ടോ? ആ ആനന്ദം ലഹരിയിലുണ്ടോ? ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ? തിന്മകളിലുണ്ടോ? സിനിമ കാണുന്നിടത്തുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളും 10 മടങ്ങ് ആനന്ദമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ കടന്ന് പറയുന്ന ആ ഒരു തസ്ബീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല. മുഅ്മിനെ കിട്ടില്ല, സഹോദര കിട്ടില്ല, പെങ്ങളെ കിട്ടില്ല, വിദ്യാർത്ഥിനികളെ. ആനന്ദം ആത്മാവിൻ്റെ ആനന്ദമാണ്. അത് അല്ലാഹുവിനോട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ്. ഇബാദത്തിൻ്റെ, പ്രാർത്ഥനയുടെ ആനന്ദം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ
الليل ساجدا وقائما രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂദിൽ കിടന്നുകൊണ്ടും യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണത്രേ. രാത്രികാലം ഖുർആൻ ഓതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തിട്ട് ആഖിറത്തെ പേടിക്കുകയും അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുറങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇത് റിട്ടോറിക് ക്വസ്റ്റ്യൻ ആണെന്ന് പറയും. ഉത്തരം വ്യക്തമാണ്, അല്ല. ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു മുഅ്മിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കിക്കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും ഖുർആനോദി തസ്ബീഹ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ നേരം വെളുക്കുമ്പോൾ മരിച്ചാൽ അവർക്ക് സ്വർഗ്ഗമാണത്രേ ഉറപ്പ്. സുബഹി കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ദുആ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. അത് ചൊല്ലുന്നവരും മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ, നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ, പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ലഹരിയടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അള്ളാഹുവിനെ പേടിച്ച് മുസല്ല വിരിച്ച് വുദൂഎടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുജൂദ് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല. ആത്മാവും ശരീരവും നൽകിയിട്ട് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചത് കൊണ്ട് മാത്രം ആനന്ദമാവില്ല, ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം. ആത്മാവിൻ്റെ ആനന്ദം അതിൻ്റെ സട്ടാവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ. മൻ അറാദ അൻ യതകല്ലമ മഅ റബ്ബിഹി ഫല്യഖറഇൽ ഖുർആൻ. അള്ളാഹു മെഹബൂബാണെങ്കിൽ മെഹബൂബിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹം വരും. നിങ്ങളുടെ മെഹബൂബായ റബ്ബിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്താ പരിഹാരം? മൂസാ നബി അള്ളാഹുവിനോട് സംസാരിച്ചു. കലീമുല്ലാഹ്, അള്ളാഹുവിനോട് സംസാരിച്ച നബിയാണ് മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. സീനാ താഴ്വരയിലെ തുവാ താഴ്വരയിൽ വെച്ച് മഹാനായ മൂസ നബി റബ്ബിനോട് സംസാരിച്ചു. അപ്പൊ റബ്ബിനോട് എനിക്കൊന്ന് കാണണമെന്ന് ചോദിച്ചില്ലേ? റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? നീയ് എനിക്ക് നിന്നെ ഒന്ന് നോക്കി കാണാനാണ് എന്ന് മൂസ നബി പറഞ്ഞ നേരം സയ്യിദനാ മൂസ നബിക്ക് കാണാൻ കഴിഞ്ഞില്ല. ലൻ തറാനീ, മൂസ നബിയേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഈ ലോകത്ത്, അത് പരലോകത്തേ നടക്കൂ. സയ്യിദനാ മൂസ നബി അള്ളാഹിനോട് സംസാരിച്ച നബിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുകയും ഉലമാഇന്റെ ഒരു അഭിപ്രായ പ്രകാരം റബ്ബിനെ കാണുകയും ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നജ്മിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് അത് എന്താണ്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്ര ഐ അൽ ആയത്തുൽ കുബ്ര, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും കുബ്രയായ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റുയത്താണത്രേ.
ഏതായിരുന്നാലും റബ്ബിനോട് സംസാരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പറില്ലല്ലോ വിളിക്കാൻ. അള്ളാഹുവിനോട് എങ്ങനെ സംസാരിക്കുക? ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? അവിടെ ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ കൈപ്പൊക്കിയാട്ടെ. എന്ത് ചെയ്യും? അള്ളാഹുവിനോട് സംസാരിക്കണം തോന്നിയാൽ എന്ത് ചെയ്യും? ആരോ പറയണ്ടല്ലോ ഉത്തരം. അവർക്ക് പറഞ്ഞോളൂ. ദുആ ചെയ്യാൻ നിസ്കരിക്കാം. من أراد حديثان من أراد أن يتكلم مع ربه അല്ലാഹുവിനോട് സംസാരിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ فليقرأ القرآن ഖുർആൻ ഓതണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിൻ്റെ മാർഗം. ഖുർആൻ അള്ളാഹിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ് കേൾക്കുന്നത്. റബ്ബിനോട് സംസാരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലാഹു അക്ബർ ചൊല്ലി നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നത്, ഓതുന്നത് ഖുർആനാണ്, തസ്ബീഹാണ്. തക്ബീർ ചൊല്ലിയാൽ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്. അള്ളാഹിൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെങ്കിൽ എങ്ങനെയാണത്? റബ്ബിൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യഖ്റഇൽ ഖുർആൻ, അവർ ഖുർആൻ ഓതട്ടെ. ഖുർആൻ ഓതുന്നത് അള്ളാഹിൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കലാണ്. അള്ളാഹിനോട് അങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വുളു എടുത്ത് വരിൻ, തക്ബീർ ചൊല്ലിൻ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് തക്ബീർ ചൊല്ലി നിസ്കാരത്തിൻ്റെ ശർത്തുകളും ഫർളുകളും പാലിച്ച് നിസ്കരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയാറുണ്ട്, വിഷമങ്ങൾ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്, അവിടത്തേക്കൊരു പ്രയാസം വന്നാൽ നബി തങ്ങൾ നിസ്കരിക്കാറായിരുന്നു പതിവ്. സുന്നത്ത് നിസ്കരിക്കും. നിസ്കാരത്തിന്റെ നേരമായാൽ മുഅദ്ദിനോട്, മുക്രിയോട്, ഈ മുക്രി എന്ന് പറഞ്ഞ മുക്രി എന്നാട്ടോ ശരിക്കും. മുക്രി ഖിറാത്ത് എന്ന് പറയില്ല, ഓതുക. മുക്രി എന്നാണ് ഓതി കൊടുക്കുന്ന ആളെന്നാ. പണ്ടൊക്കെ മദ്രസ പഠിപ്പിച്ച ആൾ മുക്രിസ്താന്മാരല്ലേ, മുക്രി. അത് പറഞ്ഞു പറഞ്ഞു മുക്രിക്കായതാ സംഗതി. അത് മുക്രി ആണ്, ഖിറാഅത്ത് ചെയ്തു കൊടുക്കുന്ന ആള്. അഖറ യുഖ്രി മുക്രി, അതാണ് മുക്രിയായി മാറിയത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ മുക്രിയോട് വാങ്ക് വിളിക്കണേ, ഇഖാമത്ത് കൊടുക്കണേ എന്ന് പറയേണ്ടതിന് പകരം പുണ്യനബി പറയാറുള്ള വാക്കെന്താണെന്നറിയുമോ? അരിഹ്നാ ബിഹായ ബിലാൽ, ബിലാലേ ആ നിസ്കാരം കൊണ്ടൊരാനന്ദം തരിൻ ബിലാലേ. നിസ്കാരം ആനന്ദമാണ്. ബിലാലേ വാങ്കൊടുക്കിൻ, ഇഖാമത്ത് കൊടുക്കിൻ, സമയമായല്ലോ എന്ന് പറയാൻ നബി പറയാറുള്ളത് അരിഹ്നാ ബിഹായ ബിലാൽ, ബിലാലേ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് നമുക്ക് സമാധാനം തരിൻ ബിലാലേ. അരിഹ്നാ ബിഹായ ബിലാൽ. ആനന്ദമുള്ളവരുടെ ആനന്ദം, അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളുകളുടെ മനസ്സിന്റെ വേദന തക്ബീർ ചൊല്ലിയാൽ അവർക്ക് വിഷമുണ്ടാവും. എന്താ വിഷമെന്നറിയോ? ഇത് തീർന്നു പോകുമല്ലോ, ഇമാമു സലാം വീട്ടുമല്ലോ, നിസ്കാരം പെട്ടെന്ന് തീരുമോ എന്ന പേടിയാണ് മുഹിബ്ബീങ്ങൾക്കുണ്ടാവുക. മുനാഫിഖീങ്ങൾക്കോ ഇത് എന്താ തീരാത്തത്, ഇതെന്താ അവസാനിക്കാത്തത്, എപ്പോഴാ ഇമാമു സലാം വീട്ടുന്നത്, ഏത് സൂറത്താണാവോ ഇമാം ഓതുന്നത്, ദീർഘിപ്പിച്ചു കളയുമോ, നീണ്ടുപോകുമോ എന്ന് ഭയം വരും. ആനന്ദമുള്ളവർക്ക് ഇതൊന്ന് തീരരുതേ. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, അള്ളാഹു എന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്, ഞാനായിട്ട് എൻ്റെ മുഖം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് എൻ്റെ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു അക്ബർ മുതൽ സലാം വരെ അള്ളാഹു എന്നെ ശ്രദ്ധിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനന്ദമുള്ള അള്ളാഹുവിനോട് മഹബ്ബത്തുള്ളവർക്ക് ഇതൊന്ന് തീരല്ലേ എന്നാണ് ആഗ്രഹം. അല്ലാത്തവര് തറാവി എവിടെയാ എണ്ണം കുറവ്, എവിടെയാ വേഗം തീരുക എന്ന് പറഞ്ഞു ഓടി നടക്കും അല്ലേ. ഇനി റമദാൻ മാസമായ വെറുതെ ചർച്ച വരും, അത് 8 ആണോ 20 ആണോ ഉണ്ടല്ലോ. റബീഉൽ വന്ന വേറെ ചർച്ച ഉണ്ടാവും, റമദാൻ വരുമ്പോൾ ചർച്ച വരും. ബറാത്ത് രാവിലെ നോമ്പ് ഉണ്ടോ ഇല്ലേ, ഇല്ല എന്ന് പറയാനൊരു കൂട്ടരും ഉണ്ട് എന്ന് പറയാനൊരു കൂട്ടരും, അങ്ങനെ തർക്കം. ഇത് കാലക്കയാമത്തിനുള്ളവർ ഉണ്ടാവും കേട്ടോ, ഇപ്പോഴും നിർക്കുന്നില്ല. പഴയത് കിട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അതൊരു അസുഖമാണ്. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും അത് 20 റക്അത്താന്ന് പറഞ്ഞു അല്ലേ. സൗകര്യമുള്ള നിസ്കരിക്കുക ഇല്ലേ, ഇന്നെ കൂടി 20 പറ്റൂല, പറ്റുന്നില്ലേ, പോയി കടന്നുറങ്ങിക്കോ, നിർബന്ധമൊന്നുമല്ലല്ലോ. പക്ഷെ അത് 20 അല്ല എന്ന് പറയാൻ നിൽക്കണ്ട, അത് 20 ആണ് എന്ന് നമ്മളെക്കാളും ഇവരല്ല 4 മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാണ്. പിന്നെ നമ്മൾ ആയിഷ ബീവിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞ് വരണ്ട, അവരതും അതിനപ്പുറം കണ്ടവരാണ് അല്ലേ.
ഒരു വെറുതെ എന്ത് ചെയ്യുക, ഇങ്ങനെ തർക്കിക്കുക. ഈ തർക്കിക്കുന്നവരാരെങ്കിലും തറാവിസ്കരിക്കാൻ പോകുന്നുണ്ടാവോ? ഒരു പോകണമെന്നുണ്ടാവില്ല. ഓല് ഇങ്ങനെ അപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുക, ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുക ചെയ്യുള്ളൂ. ഓരോ പോകുന്നില്ല. ഇത് ഫസാദാക്കൽ തന്നെ ഉദ്ദേശം. ആനന്ദം തോന്നുന്നുണ്ടോ? അത് പൂർണ്ണമായ ഇബാദത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അല്ലാത്തവൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പോ. ആനന്ദം പടച്ചവനോട് തോന്നണം. ഇതെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ തലചായ്ക്കുകയാണ്, ഇതെൻ്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന എൻ്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും രണ്ടാണ് അല്ലേ? നിസ്കാരം ഫർളാണ്. ഒരാൾ പറയും എനിക്കിപ്പം നിസ്കാരം ഫർളൊക്കെ തന്നെയാണ്, എന്നെക്കൊണ്ട് അത് ആവണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനായ ആസുയായ ഒരു മുഅ്മിനാണെന്ന് പറയും. നേരെ മറിച്ച് അയാൾ പറയാ ഇത് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ കാഫിറാണെന്നാ പിന്നെ ശറഅ് പറയാം, അയാൾ മുസ്ലിം അല്ല. നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിഷേധിക്കണമെന്നില്ല, അയാളെ കൊണ്ട് പറ്റൂല എന്നാ പറയണത്. ആൾ തെറ്റുകാരനാണ്, ഗുരുതരമായ തെറ്റാ ചെയ്ത്. പക്ഷെ മുഅ്മിനല്ലേ? മുഅ്മിനാണ്. എന്തുകൊണ്ട്? ആ അംറിനെ, ആ ഹുക്മ് അംഗീകരിച്ചു. അതുകൊണ്ടാണ് നിഷേധിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോയാൽ മതി. ചെയ്യുന്നവരോട് എന്ത് ചെയ്യരുത്? വസ്വാസം ഉണ്ടാക്കരുത്. അത്രേ പറയാനുള്ളൂ. ഇനി എല്ലാ കൊല്ലം ഇങ്ങനെ വരും ഓരോരോ ചർച്ചകളായിട്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്നു പറഞ്ഞു. 7 വിഭാഗം ആളുകൾ. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. വറജുലുൻ തഹാബ്ബ ഫില്ലാഹി ജതമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന 2 ആളുകൾ. അല്ലാഹുവിന് വേണ്ടി, ആണും പെണ്ണും അല്ലേ, ഹറാമായ ബന്ധങ്ങളല്ല, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങൾ. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അങ്ങനത്തെ 2 പേർ. പിന്നെ പറഞ്ഞു രഹസ്യമായ സ്വതക്ക കൊടുത്തവർ, ആരും അറിയാതെ. നിങ്ങൾ ചെയ്ത ദാനം നിങ്ങളുടെ വീട്ടുകാർ പോലും, ഭാര്യ അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഇടത്തെ കൈ പോലും അറിഞ്ഞില്ല വലതു കൈ കൊടുത്തത്. അങ്ങനെ ദാനം ചെയ്തവർ, ആരാരും കാണാതെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ. വ്യഭിചാരത്തിലേക്ക് ഒരു സുന്ദരിയായ പെണ്ണ് നിങ്ങളെ ക്ഷണിച്ചപ്പോ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയവൻ. പിന്നെ പറഞ്ഞു വമൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ആരുടെ ഹൃദയമാണോ അള്ളാഹുവിൻ്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, എപ്പോഴും പള്ളിയുടെ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ വേവലാതിയും ചിന്തകളും. പള്ളിയുടെ പണി പൂർത്തിയാക്കണം, അവിടെ ഹൗള് വേണം, അവിടെ വൃത്തിയാക്കണം, അവിടെ വെള്ളം ആയിട്ടില്ല, അവിടെ പായ് വിരിച്ചിട്ടില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല, അവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല, സ്വിച്ച് ഇട്ടിട്ടില്ല. ഇങ്ങനെ ഏതു നേരവും മസ്ജിദുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ. പിന്നെ ആരാണോ ചെറുപ്പകാലം മുതൽ നിസ്കാരം നിലനിർത്തി അള്ളാനെ ഭയപ്പെട്ട് വളർന്നു വന്ന ചെറുപ്പക്കാരനാരോ, ഈ 7 വിഭാഗം ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകും. വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോ സൂര്യഗോളം പോലോത്തത് തലക്ക് തൊട്ട് താഴെ വന്ന് അടുത്ത് നിൽക്കുമ്പോ, വിയർത്ത് വെന്ത് ഉരുകുമ്പോ അർശിന്റെ തണൽ നൽകാൻ 7 വിഭാഗത്തെ അള്ളാഹു തെരഞ്ഞെടുത്തതിൽ 7 വിഭാഗത്തിന്റെയും പ്രത്യേകത അറിയണേ. അവർ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്തവരാണ്. അതിലൊന്ന് വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. അള്ളാഹിന്റെ മസ്ജിദിനോട് സ്നേഹം. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ മെഹബൂബിന്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടാവും, അവരുടെ മഹല്ല് നിങ്ങൾക്ക് ഇഷ്ടമാവും, നാട് ഇഷ്ടമാവും. അള്ളാഹിന്റെ വീട് നമുക്ക് ഇഷ്ടമാവണം. റബ്ബ് നമ്മുടെ മെഹബൂബാണ്. അള്ളാഹുവിന്റെ വീടാണ് ലോകത്തെ എല്ലാ മസ്ജിദും. എന്നാൽ കഅബ എന്ന മസ്ജിദ് അള്ളാഹിന്റെ വീടാണെന്ന് മാത്രമല്ല, അൻ തുഹിർ ബൈതിയ ലിത്വായിഫീൻ, എൻ്റെ വീട് എന്ന് അല്ലാഹ് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞ വീടാണ് പരിശുദ്ധമായ കഅബാലയം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിയുമെങ്കിൽ മക്ക വരെ യാത്ര ചെയ്യണം, അള്ളാഹിന്റെ വീട്ടിലേക്ക് വരണം, കഅബ കാണണം, ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു നിർബന്ധിക്കാൻ കാരണം. കഅബാലയം കുറെ കല്ലും ചുമരും മാത്രമല്ല, അത് കാണാനല്ല അള്ളാഹു വിളിക്കുന്നത്. ഇത് റബ്ബിന്റെ വീടാണ്, മെഹബൂബിന്റെ വീട് ചെന്ന് കാണണ്ടേ. അത് മുഹിബിന്റെ ആഗ്രഹമല്ലേ? അള്ളാഹു എന്ന മെഹബൂബിന്റെ എൻ്റെ വീടാണ് എന്ന് അള്ളാഹ് പറഞ്ഞ വീടാണ് കഅബാലയം. ബാക്കിയുള്ള പള്ളികളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. എൻ്റെ വീട് എന്ന് അള്ളാഹു പറയുന്നത് കഅബാലയത്തെ കുറിച്ചാണ്. അത് എൻ്റെ വീട് വന്ന് സന്ദർശിക്കണം. അപ്പൊ അള്ളാഹ് നമ്മുടെ മെഹബൂബാണെങ്കിൽ പോയി സന്ദർശിക്കൂലേ?
ഇതൊന്നും ഇഷ്ടമല്ലാണ്ടെങ്കിൽ വലിഞ്ഞു പോണവരുണ്ട്. അവിടെ എത്തിയിട്ട് പറയാം, അല്ലാ ഹജ്ജ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ വരൂലായി കേട്ടോ. എന്തിനാ പിന്നെ വന്ന കാര്യം, പോയില്ലേ. അവിടെ തിക്കും തിരക്കും കാണുമ്പോഴേ ഇതൊക്കെ ഹജ്ജ്, ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അറിയണത് എന്ന് പറയും. പോയി അവിടുത്തെ തിക്കും തിരക്കും, അവിടുത്തെ ചൂടും, അവിടുത്തെ തിരക്കും, അവിടുത്തെ നടത്തവും, അവിടുത്തെ ത്യാഗങ്ങളുമെല്ലാം എൻ്റെ മെഹബൂബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി വരുന്നവർക്കാണ് ഹജ്ജ്. അതുകൊണ്ടാണ് ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും വലം യർഫുസ്, ആ ഹജ്ജിന്റെ വേളയിൽ ഒരു മുറുമുറുപ്പും പറയാതെ, ഒരു അക്ഷമയും കാണിക്കാതെ ആരാണോ അള്ളാഹുവിന് ഹജ്ജ് ചെയ്യുന്നത് അവർക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ വീടിനോടൊരു സ്നേഹം, മസ്ജിദിനോടൊരു സ്നേഹം വേണം. ഇത് ഈമാന്റെ അടയാളമാണ്. പള്ളി അള്ളാഹുവിൻ്റെതാണ്. കമ്മിറ്റിക്കാരെ നമ്മളെന്നൊക്കെ പറഞ്ഞാലും പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിന് വഖഫ് ചെയ്ത പള്ളി അത് അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിൻ്റെതാണത്. വഖഫ് ചെയ്താൽ അതിൻ്റെ മിൽക്ക് ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ കമ്മിറ്റിക്കാർ കൈകാര്യകർത്താക്കളാണ്, ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ഭൂമിയിലെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ തന്നെ. എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ വീടായ കഅബാലയം അള്ളാഹു എൻ്റേത് എന്ന് പറഞ്ഞ വീടാണ്. അതുകൊണ്ടാണ് കഅബാലയം നമ്മുടെ ഖിബിലയായി മാറിയത്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ഡയറക്ഷൻ ഖിബിലയാൽ എന്ത്? അത് അള്ളാഹിൻ്റെതാണെന്ന് പറഞ്ഞ വീടാണ്. മറ്റേതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്ത വീടാണ്. അതാണ് വ്യത്യാസം. അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടോ? അള്ളാഹുവിൻ്റെ വീട് പോയി സന്ദർശിക്കണം. അത് മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹ്ബൂബായ അള്ളാഹുവിന്റെ മുന്നിൽ ഭവ്യതയോടുകൂടെ നിൽക്കുന്നത് ഒരു മുഹിബിന്റെ അടയാളമാണ്. സ്ഥാനമേറിയ മഹാനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴേ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മള് ഒരു വെസ്റ്റേൺ കൾച്ചർ ആണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ, നമ്മുടെ നാട്ടുകാരൊക്കെ ചെന്നാൽ പേടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കി സംസാരിക്കും. അപ്പൊ കണ്ണിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ കള്ളനാണ് എന്നൊരു ഒരു രീതി അവർക്കുണ്ട്, പടിഞ്ഞാറുകാർക്കുണ്ട്. കള്ളനായതുകൊണ്ടാണ് കണ്ണുക്ക് നോക്കാത്തത്. അല്ലെങ്കിൽ ലുക്ക് ഇൻ ടു മൈ ഐസ്, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പറയാം. പക്ഷെ നമുക്ക് മുതിർന്നവരോട് അള്ളാഹ്ക്ക് തസ്ബീഹ് എന്ന സാധനമാണ്. നിങ്ങൾ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്തേ ചെയ്താൽ മതി, ഇവരൊന്നും ചെയ്യൂല, പോയിക്കോളും. നായനെറിയൽ സുന്നത്തൊന്നുമില്ല. അതിന് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോയിക്കണ ഒരു പെണ്ണ്, അറിയില്ലേ? സംഗതി നജസ് തന്നെയാണ്. തൊട്ടാൻ നജസ്, 7 വട്ടം കഴുകണം, മണ്ണിട്ട് കഴുകും വേണം. പക്ഷേ മൂപ്പർക്ക് വെള്ളം കൊടുത്തിട്ടാണ് ഒരു അഭിസാരികയായ പെണ്ണ് സ്വർഗത്തിലേക്ക് പോയത്. അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നൊരു ജീവിയാണ്. നിസ്കരിക്കാത്ത ഒരാളും ഒരു നായ അടുത്തുണ്ട്, ഒരു ഭക്ഷണം ഉള്ളൂ, ഒരാൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ആർക്ക് കൊടുക്കണം എന്നാ പറയാ? നായക്ക് കൊടുത്തോളി എന്നാ പറയാ. എന്തേ? അത് അള്ളാഹിനെ ഓർക്കുന്ന ജീവിയാണ്. മറ്റോ നിസ്കരിക്കൂല നടക്കണല്ലേ. നമ്മളറിയാതെ കല്ലെടുത്തു അല്ലേ, അങ്ങനെ ശീലായിപ്പോയി എന്ന് തോന്നുന്നു അല്ലേ. നായനെ എറിയണം എന്നാ വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, അതിനെറിയൊന്നും വേണ്ട. അത് ഉപദ്രവിക്കുകയാണെങ്കിൽ ആട്ടി പറഞ്ഞേച്ചാൽ മതി. أما يخشى الذي يرفع بصره في الصلاة أن يحول الله رأسه رأس حمار. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം. എവിടെയാണോ നമ്മൾ സുജൂദ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടതെന്നാണ്. നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ നിൽക്കണോട്ടോ കുപ്പായത്തിൻ്റെ ബാക്കോ അല്ലെ ഇമാമിൻ്റെ പെരടിക്കോ നോക്കാൻ നിൽക്കണ്ട. എങ്ങോട്ടാണ് നോക്കേണ്ടത്? താഴെ. നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകുന്നത്, സുജൂദിൽ നെറ്റി വെക്കാൻ പോകുന്നത്, അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത്. എന്നാലും നമ്മൾ അപ്പുറപ്പുറമൊക്കെ വായിച്ചു പോകൂലേ. അതിന് ഓരോരുത്തരും ഓരോ എഴുതി കൊണ്ടുവരും ചെയ്യും കുപ്പായത്തുമ്മേ. ദയവ് ചെയ്ത് എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരലില്ല. ദയവ് ചെയ്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ കിട്ടുപോകുമോ? ഒരു ഇൻ്റർവ്യൂ ജോലിക്ക് പോവാണ്, നിങ്ങളിങ്ങനെ ഫ്ലൈ എമിറേറ്റ്സ് എന്നൊക്കെ ചെയ്തിട്ട് പോവുക. ബാക്കിൽ നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക? നല്ല ടൈയും ഷൂ ഒക്കെ ഇട്ടിട്ട് വല്ല ഉഷാറിലല്ലേ പോവുക? ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ? ഞാൻ ചോദിക്കുകയാണ്. പണി കിട്ടൂല അല്ലേ? എന്താ പറയാ, ഈ ചങ്ങയ്ക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, അവനവൻ എന്ത് ജോലി കൊടുക്കാനാണെന്ന് പറയാ. അവിടെ ഫെയിലാക്കും, ഉള്ളിൽ തന്നെ കയറ്റില്ല, പോയിക്കോട്ടെ അറിയും. നമ്മളൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ കൂളായിട്ട് ജുമയൊക്കെ ഇങ്ങനെ മണക്കണ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് വരിക. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ച് കിട്ടിയെങ്കിൽ ഉള്ളൂട്ടാ. നിസ്കരിക്കുമ്പോൾ ഭവ്യതയോടുകൂടെ നിൽക്കണം എന്നാ, അനങ്ങരുത്, ആടിക്കളിക്കരുത്.
സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം. മേലോട്ട് നോക്കുക, ഫാനുമൊക്കെ നോക്കാൻ പാടില്ല, പള്ളിയുടെ സീലിങ്ങിലേക്ക് നോക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്ക് നോക്കാവൂ. എന്തെന്നറിയോ, ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാണ് നിൽക്കുക. കണ്ണൊക്കെ നോക്കൂല, മേലോട്ട് നോക്കൂല. അള്ളാഹു ഉന്നതങ്ങളിലാണ്, അള്ളാഹു സമായിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉന്നതങ്ങളിലാണ്. അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാ, താഴേക്ക് നോക്കണം. നിസ്കരിക്കുമ്പോൾ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ? അവരുടെ തല അള്ളാഹു ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവർ പേടിക്കുന്നില്ലേ? നബി നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മേലോട്ട് നോക്കരുത്, മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. സൂറത്തുൻ നജ്മിൽ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി താഴേക്കാണ് നോക്കിയത്. നബി തങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. പുണ്യനബിയെ, അങ്ങയുടെ കണ്ണ് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ലല്ലോ. അങ്ങ് താഴെ ഭവ്യതയോടുകൂടെയാണല്ലോ നോക്കിയത്. മാ കദബൽ ഫുആദു മാ റആ. അവിടുന്ന് കണ്ടത് സത്യമാണ്, അവിടുന്ന് കണ്ടത് അവിടുത്തെ ഹൃദയം അറിഞ്ഞതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവായ മെഹബൂബിനോട് ഇഷ്ടപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഹബീബായ അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു എന്ന നമ്മുടെ മെഹബൂബിനും എന്ത് ഇഷ്ടമാണോ അത് നമ്മുടെ ഇഷ്ടമാണ്. ഈ മ്യൂസിക് വാദ്യമേളങ്ങൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇതെത്ര പറഞ്ഞാലും നമ്മൾ എന്നാലും അതിൻ്റെ കൂട്ടത്തിലൊക്കെ അത് വെക്കും. അല്ല, ബുർദപാട്ടാണെങ്കിൽ വരെ കുറച്ച് മ്യൂസിക് കയറ്റും, എന്നിട്ട് അതിൽ വേറെ ദോസ്താൻ്റെ മസലുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷെ അതിൽ സൂക്ഷ്മതയും വറഉം ഒക്കെ വേണോ? 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മസ്അല പറ്റൂല എന്നാണ്. ദഫ് മുട്ടാം, ബാക്കി പരിപാടി പറ്റൂല എന്നാണ്. ഇത് പറയുമ്പോൾ കലയെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ, അത് മനുഷ്യൻ്റെ നൈസർഗിക ഭാവമല്ലേ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ പല ഭാവങ്ങളും മനുഷ്യരുണ്ട്, അതൊക്കെ അള്ളാഹ് അനുവദിക്കാത്ത നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഹദീസാണ്. നമ്മൾ മനുഷ്യൻ നിലയ്ക്ക് എനിക്കിഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളത് വിട്ടു, എന്നാൽ പിന്നെ എനിക്ക് വേണ്ട, ഞാനത് കൺട്രോൾ ചെയ്യട്ടെ. അഡിക്റ്റാണ്. മുഴുസവ ഇത് കേട്ടിട്ടാണ് ഉറങ്ങണത്. മെല്ലെ മെല്ലെ ഖുർആനിലേക്കൊന്ന് മാറണം, ഖുർആൻ കേട്ട് തുടങ്ങണം അതിന് പകരം എന്നൊരു ചിന്തയെങ്കിലും മനസ്സിൽ വരണം. അതിനെ സംബന്ധിച്ചുള്ള വേദമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ മസലയും അതിൻ്റെ ഹദീസുകളും ഇബ്നു ഉമർ തങ്ങളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളും എങ്ങനെയാണ് ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഇബ്ലീസ് കയറി വരും എൻ്റെ ഇടയ്ക്ക്. അത് നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നല്ല നല്ല പാട്ടുകളായിരിക്കും, അള്ളാഹിനെ പറ്റി പറയുന്ന പാട്ടായിരിക്കും, സ്വലാത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, എന്നാലും വരും അതിനിടയിൽ കൂടെ മ്യൂസിക്. അത്രയും സൂക്ഷ്മതയുള്ള ആളുകളെ അത് കൈകാര്യം ചെയ്യാം. ഈ കമ്പോസ് ചെയ്യുന്നവർക്കൊന്നും അത്ര ഈമാനും വറയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. രസമല്ലേ, മാർക്കറ്റിൽ ഇത് വേണ്ടി വരും എന്ന് വിചാരിച്ച ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വിടാണ്. പക്ഷെ തെറ്റ് തന്നെയാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ളത് തന്നെ നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ്റൂല. മെഹബൂബിന് എന്താണോ ഇഷ്ടം അതാണ് മുഹിബായ ആൾക്ക് ഇഷ്ടപ്പെടേണ്ടത്. എൻ്റെ റബ്ബിന് മയക്കുമരുന്ന് ലഹരി ഇഷ്ടമല്ലേ, എന്നാൽ ഞാൻ ഇന്നു മുതൽ നിർത്തി. എൻ്റെ റബ്ബിന് ഞാൻ അനാവശ്യമായ ഫോട്ടോകളും വീഡിയോസും കാണുന്ന എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്നാൽ പിന്നെ ഞാനത് നിർത്തി. എൻ്റെ റബ്ബിന് ഗീബത്തും നമീമത്തും പറയുന്നത് ഇഷ്ടമല്ല, ഞാനത് നിർത്തി എന്ന് പറയുന്നതാണ് ഹിബ്ബ്. അള്ളാഹുവിനെ ഹിബ്ബ് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റണം. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും റബ്ബിനെ പേടിച്ചുകൊണ്ടും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മത്തങ്ങ എന്ന് പറഞ്ഞ സാധനം ദുബാ, ചൊരങ്ങാന്നും പറയും. മത്തങ്ങക്കും ചൊരങ്ങക്കും അറബിയിൽ ദുബാ എന്ന് പറയാം. അത് ചൊരങ്ങയാണോ മത്തങ്ങയാണോ നോക്കുമ്പോൾ സാധ്യത മത്തങ്ങക്കാണ് കൂടുതൽ. ഈ കാസർഗോട്ടിലൊക്കെ മത്തങ്ങ ആ റൗണ്ടിലെ സാധനമല്ലേ, ചരങ്ങാന്ന് കുറച്ച് നീണ്ട് ഉരുണ്ടതല്ലേ. കാസർഗോഡ് ഭാഗത്ത് നീണ്ട് ഉരുണ്ടത്. നമ്മൾ ചരങ്ങാന്ന് പറയുന്നത് മത്തനെന്ന് പറയും, നമ്മൾ മത്തെന്ന് പറയും, ചൊരങ്ങാന്ന് പറയും. കുടുങ്ങിയില്ലേ, ഞാൻ എങ്ങനെ തിരുത്തി കൊടുക്കാം? കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ പറയല്. പലരും വിചാരം ഞാൻ കാസർഗോട്ടുകാരനാണ്, അമ്പാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണെന്ന് അറിയാം. കാസർഗോട്ടുകാർ അങ്ങനെ പറയല്. അപ്പോൾ എനിക്കറിയാം, അവർ കൂടെ നടക്കുമ്പോൾ അറിയാൻ പറ്റുമത്. രണ്ടാണെങ്കിലും അറബിയിൽ ദുബാ എന്നാ പറയാ. അനസ് റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് മത്തനൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷേ
പുണ്യനബിയോടുകൂടെ ഞങ്ങളൊരു വിരുന്നിന് പോയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് മാംസവും മത്തനും അടങ്ങുന്ന ഒരു വിഭവം ആ വീട്ടുകാരുണ്ടാക്കി കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മത്തൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നിബിതങ്ങൾ കഴിക്കുന്നത് ഞാൻ കണ്ടു. ഫമിൻ ഹീനിഹാ, അവിടം മുതൽ അഹ്ബബ്തു ദുബ്ബാ, എനിക്ക് ആ ചരങ്ങയോ മത്തനോ അവിടം മുതൽ എനിക്ക് ഇഷ്ടമായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു. എന്തേ? അത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. അത് ചരങ്ങ തിന്നൽ സുന്നത്തോ ഖറാഅത്തോ ഫർളോ എന്നതല്ല വിഷയം. ഹബീബിന് ഇഷ്ടമാണോ അതെനിക്ക് ഇഷ്ടമാണ്. നിബിതങ്ങളത് ചുരങ്ങ തുന്നല് അല്ലെങ്കിൽ മത്തൻ കഴിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അത് നിബിതങ്ങൾ ചെയ്തു. നിബിതങ്ങളുടെ സുന്നത്തു ആദത്തിൻ സുന്നത്തു ഇബാദത്തിൻ എന്ന് മഹാന്മാർ ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇത് സുന്നത്തു ആദത്താണ്. പക്ഷേ ഹുബ്ബ് കയറിയാൽ നബിക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് നമുക്കും ഇഷ്ടമാവണം. അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമാണോ അത് നമുക്ക് ഇഷ്ടമാവണം. അപ്പോൾ മുടി വെട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ട്, മേലെ മാത്രം ഒരു കൂനയാക്കി വെക്കുക. ഇവിടെയൊക്കെ ഷേവ് ചെയ്യുക, അത് നിബിതങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ ഷേവിങ്ങാണ്. ബാർബർമാരെ ദയവ് ചെയ്ത് അള്ളാഹനെ വിചാരിച്ച് കേട്ടോളൂ, എടുക്കണ പണി കൊണ്ട് ഹറാമായി പോണ്ട. ഒരു കസ്റ്റമർ ഇപ്പം അങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ പറഞ്ഞുതരാം. ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വെട്ടണമെന്നാണ് നിബിതങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിത്രം വരക്കലും കുറച്ച് ഷേവ് ചെയ്യലും കുറച്ച് നിർത്തലും അത് ഹറാമായ മുടി വെട്ടുന്ന രീതികളിൽ പുണ്യനബി ഞങ്ങൾ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുട്ടികളെങ്കിലും നോക്കുക, നമ്മളെ മക്കളൊക്കെ മുടി വെട്ടുമ്പോൾ ഒരേപോലെ വെട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങ് ഷേവ് ചെയ്തോട്ടെ, അല്ല മുണ്ഡനം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒരേപോലെ നല്ല ഡീസൻ്റായിട്ട് മുടി വെക്കുക. പിന്നെ താടി വെക്കുന്നത് വളരെ സുന്നത്താണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന, ഉറങ്ങിയാൽ പോലും സുന്നത്ത് കൂലി കിട്ടുന്ന സംഗതിയാണ്. പക്ഷെ വല്ല സിനിമയിലോ വല്ല സ്റ്റാറുകളോ ചെയ്ത് ആ താടി കോപ്പിടിച്ച് ചെയ്യണ്ട, അതിന് കൂലി കിട്ടൂല, അതിന് അടിയ കിട്ടുക. കാരണം നിങ്ങൾ എത്തിപ്പാഴ് ചെയ്യുന്നത് നബിയല്ല, ആ സിനിമയിൽ കണ്ട ക്യാരക്ടറാണ് അല്ലേ. വലിയ താടികളല്ല. നമ്മൾ വെച്ചു അല്ലാ തലികെട്ട് കെട്ടി കൊടുത്താൽ ഖത്തീബ് ഇമാമു കാളിയാക്കാൻ പറ്റും. അമ്മാതിരി താടിയൊക്കെയുള്ള കുട്ടികളുണ്ട്. എന്തേ? അത് അവർ സുന്നത്തിൻ്റെ താടിയായിട്ട് എനിക്ക് തോന്നാറില്ല. ഇനിയിപ്പോൾ എനിക്ക് വെച്ചതാണോ എനിക്കറിയില്ലേ. അങ്ങനെ അല്ലെങ്കിൽ സുന്നത്തായ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ, അത് നീട്ടി വളർത്തുന്നത് നബിക്ക് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ മാഷാ അല്ലാഹ് നിഅമ ബദാക്. അതല്ല നിങ്ങൾ അത് കൊണ്ടിടക്കണ്ട ദയവ് ചെയ്തിട്ട്. മുടി പെണ്ണുങ്ങളെ പോലെ മുടി വെക്കരുത്. റിബണും ഇവിടെ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ക്ലിപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ പോയി കുറച്ച് മോഡൽ പോയി തോന്നല്ലേ, പേനൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, അവിടെ നിർത്തിയതായിരിക്കും. ഇടയ്ക്ക് വല്ലാണ്ടങ്ങ് വന്നിരുന്നു, ക്ലിപ്പിട്ടിട്ട് നടക്കുക പെണ്ണുങ്ങളെ പോലെ. ചിലർ മുടയാനും തുടങ്ങി. ആണ് പെണ്ണും പെണ്ണ് ആണുമായിട്ട് വേഷം കെട്ടുന്നത് ഹറാമാണെന്ന് മാത്രമല്ല അള്ളാഹ് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും നമുക്ക് വേണ്ട. എൻ്റെ മെഹബൂബിനത് ഇഷ്ടമല്ല, എന്നാ പിന്നെ എനിക്ക് വേണ്ട, വിഷയം തീർന്നു. എൻ്റെ മെഹബൂബിന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട. ഈ പോളിസിയിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ മുതൽ എനിക്ക് ചൊരങ്ങയോ മത്തങ്ങയോ അവിടെ മുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എൻ്റെ ഹബീബിന് ഇഷ്ടമായതിൻ്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മെഹബൂബായ അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും ഇഷ്ടമാവട്ടെ നമ്മുടെ ഇഷ്ടം. അള്ളാഹു നമ്മുടെ ഖൽബുകളിൽ മഹബ്ബത്ത് നിറച്ചു തരട്ടെ.